എല്ലാ പ്രാവശ്യവും ഇവിടെ ഇതേപോലെ ഒരു ചെറിയ മഴ പെയ്താൽ കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടികൾ ആക്സിഡന്റ് ആവില്ല. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 2-3 ജീവൻ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആൾക്കാർ വരും. ഇവർ വന്നിട്ട് പറയും ഇതിന് ഉചിതമായ തീരുമാനം എടുക്കാൻ വേണ്ടി ഇവരുടെ പാട്ടിന് ഒറ്റ പോകും. എന്നിട്ട് അടുത്ത പ്രാവശ്യം മരിക്കുമ്പോൾ ഇതേപോലെ വരും. വന്നിട്ട് ഇതേപോലെ അവർ തീരുമാനം എടുക്കും. ഇനി എന്തായാലും ഇതിന് തീരുമാനമാക്കാൻ വേണ്ടതാ. റോഡിൽ വന്നിട്ട് കുറെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി എം ബി രാജേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വലിയ വേദനയുണ്ടാക്കുന്ന അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ്? ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് അതിൽ ചെറിയൊരു ആശയക്കുഴപ്പം നേരത്തെ ഉണ്ടായിരുന്നു. ഈ 3 പേരാണോ 4 പേരാണോ എന്ന കാര്യത്തിൽ അതിലൊരു സ്ഥിരീകരണം വരുന്നുണ്ടോ മിനിസ്റ്റർ? വളരെ വേദനാജനകമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 4 മരണം എന്നാണ് ഇപ്പോ എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതാണ് 4 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ അവിടെ ഇപ്പോൾ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം, അതിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്ന നില, അതവർ പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് അത് പോയിരിക്കുന്നത്. അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് മിനിസ്റ്റർ. ഇപ്പോൾ അത്തരമൊരു അപകടം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ജനങ്ങളുടെ വികാര പ്രകടനം ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങൾ പിന്നീട് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോ അടിയന്തരമായിട്ട് പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുക, തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനാണല്ലോ ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് താങ്കൾക്ക് ലഭ്യമായ വിവരം എങ്ങനെയാണ്? വിശദമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞു എന്നാണ് ലഭിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം. അപ്പൊ ഇതിനടിയിലാണ് നിർഭാഗ്യവശാൽ ഈ കുട്ടികൾ പെട്ടുപോയത്. ബാക്കി കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല. ഞാനിപ്പോ അവിടെയല്ല ഉള്ളത്, വയനാട്ടിലാണ്. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് മന്ത്രി എം ബി രാജേഷ് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 4 മരണം എന്നുള്ള കാര്യമാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കൊക്കെ അതിൻ്റെ ഒരു വ്യക്തതയൊക്കെ വരും മണിക്കൂറുകളിൽ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഒരു വാഹനവും ഇനി ആ റോഡ് വഴി കടത്തിവിടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. വലിയ പ്രതിഷേധമായി അത് ഉയർന്നു വരികയാണ്. ഇപ്പോൾ അപകട സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് സംഭവിക്കുന്നത്? നിഖിൽ, റീജിത്ത്, ഇപ്പോൾ ഈ റോഡ് തടഞ്ഞുകൊണ്ട്, അതായത് ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഒരു പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ആ പ്രതിഷേധത്തിന് ആധാരം എന്ന് പറയുന്നത് അവർക്ക് നിരന്തരം ഈ മേഖലയിൽ ഇങ്ങനെ തുടർക്കഥയായി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പേര് വിവരങ്ങൾ, മരിച്ച കുട്ടികളുടെ പേര് വിവരങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രാദേശിക ലേഖകൻ അമീൻ അത് ലഭ്യമാക്കിയിട്ടുണ്ട്. പേര് വിവരങ്ങൾ പറഞ്ഞോളൂ. മരണപ്പെട്ടത് കരിമ്പ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ റിദ, ഇർഫാന, ആയിഷ, ഈ കുട്ടികളാണ് മരണപ്പെട്ടതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങവെയാണ് കരിമ്പയിൽ വെച്ചിട്ട് ഈ ദാരുണമായ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിന് ആധാരമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് നിരന്തരം ഇതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നു. റോഡിൻ്റെ സ്ട്രക്ചർ തയ്യാറല്ല. ഇതിൽ നിരന്തരം കടന്നു പോകുന്ന യാത്രക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ റോഡ് വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വാഹനങ്ങൾ, പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. നിരന്തരം ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ അപകടം നടന്നതിന് തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് ഒരു 3 മാസം മുൻപ് ഒരു 2 ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പ്രതിഷേധം താൽക്കാലികമായി അങ്ങനെ അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കൊരു ഉറപ്പ് ലഭിക്കണം, അതായത് ജില്ലാ കളക്ടറുടെയോ മറ്റോ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ്, അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം ഇവിടെ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് ലഭിക്കണം. എന്നാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന് അവർ പറയുന്നു. എന്തായാലും ജില്ലാ കളക്ടറും കോങ്ങാട് MLA ഒക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിട്ടാണ് ഉള്ളത്. അവർ ഈ മരണം സംബന്ധിച്ചൊരു അന്തിമ വിവരം ലഭ്യമാക്കുന്നതിന് വേണ്ടി അവർ ആശുപത്രിയിലേക്ക് പോയിട്ടാണുള്ളത്. ഇസാഫ് ആശുപത്രിയിലേക്കാണ് അവർ പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരം, നമുക്ക് ഈ കുട്ടികളുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള പുതിയ വിവരം ലഭ്യമാക്കാമെന്ന് ശാന്തകുമാരി MLA അറിയിച്ചിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ അവർ ആശുപത്രിയിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇതിലൂടെ റോഡ്
ക്ലിയർ ചെയ്യാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. റിജിത്ത്, വാഹനം പൂർണ്ണമായി അതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ടെങ്കിലും നാട്ടുകാർ അത് പൂർണ്ണമായി അനുവദിച്ച് നൽകിയിട്ടില്ല. ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി ഇവിടെ വാഹനം ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, തച്ചമ്പാറയിൽ സംഭവിച്ചിട്ടുള്ളത്. എത്രയും വേഗത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് തന്നെ കുട്ടികളെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്കും മറ്റും എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാടധികം വാഹനങ്ങൾ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മണിക്കൂറുകളായി റോഡിൽ വാഹനങ്ങൾ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. അവയ്ക്കൊന്നും തന്നെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ജനങ്ങൾക്കൊരു ഉറപ്പ് ലഭിച്ചാൽ, അതായത് ജില്ലാ കളക്ടറിൽ നിന്ന് ഈ പ്രശ്നം എത്രയും വേഗത്തിൽ പരിഹരിക്കുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഇനിയും ഒരു അപകടത്തിന് കാത്തിരിക്കാൻ കഴിയില്ല. അതിനു മുൻപ് തന്നെ ഇവിടെ ഒരു പ്രശ്ന പരിഹാരം വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.